കാഴ്ചകളാണ് അറിയുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ്. അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുന്ന ഒരുപാട് പേർക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ്. അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, പോലീസ്, അതുപോലെ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, സന്നദ്ധ സംഘടനകള്, സാധാരണ ലോക്കൽ ആൾക്കാർ ഒരു കല്ലെടുത്ത് മാറ്റി വയ്ക്കുന്ന പോലും ഇതിന്റെ ഭാഗമായി മാറും. അപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ആദ്യം എത്തിയത് ഞാനും കൂടെ ഉൾപ്പെടുന്ന 122 ഇൻഫൻട്രി ബറ്റാലിയനാണ് അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെ എത്തിയത്. അവര് ഞങ്ങളുടെ 40 പേര് വളരെയധികം നടത്തി ഒരുപാട് പേര് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ആ ബറ്റാലിയനിലാണുള്ളത്. അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇന്ററാക്ഷൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ, അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് തീരുമാനമെടുക്കണം. ഒരിക്കൽ കൂടി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്ക് താഴേക്ക് പോകാൻ പറ്റും. അപ്പൊ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരന്റെ സഹായം കൂടി ഇതിന്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം. ഒരുപാട് പേര് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കുന്നത്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. അപ്പം നമ്മളൊരു 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്, ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പോൾ അനൗൺസ് ചെയ്യാം. ഇതിലൊരു കമ്പൈൻഡ് എഫേർട്ട് ഉണ്ടായിരുന്നു. ആർമി എല്ലാ ആൾക്കാരും, അത് കേരള പോലീസിന്റെ SOG ആയിരുന്നു ആദ്യമോടെ. ആ ഒരു എഫേർട്ടിനെ എങ്ങനെയാണ് നമ്മുടെ ആർമിയിൽ എല്ലാവരെയും നമുക്ക് പിന്നെ അത് ഒരാളെ എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. അവരുടെ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഏത് സ്ഥലമായാലും ഇമോഷൻ തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. എപ്പോഴും വളരെയധികം അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോന്നൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ എല്ലാവരും വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരേണ്ടത്? അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും അത് മിസ്റ്റർ മേജർ രവി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? അത് മാത്രമല്ല, അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഒരുപാട് വർഷം ആളാണ്. വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ 3 കോടി എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്നേഹികളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തി ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അതിലെടുത്ത് പറയുന്നത് ഡോഫ് കട്ടി ഫൗണ്ടയുടെ സുബോധ് മേനോൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ ഡാർക്കെന്നുള്ള സിനിമയാണ് അവരും കൂടി ചേർന്നിട്ടുണ്ട്. അപ്പൊ ലാലേട്ടന്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നമ്മൾ ഇവിടുന്ന് ചോദിച്ചു. ഇവിടെ അറിയുന്ന സ്ഥലമല്ലാണ്. ഇപ്പൊ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈയിൽ സ്കൂൾ കണ്ടപ്പോൾ എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണു പറയാൻ. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് ആ സ്കൂൾ, ആ LP സ്കൂൾ റീജനറേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കും. എനിക്ക് സ്ഥലം അറിയാൻ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട്. ഈ സ്കൂളിലൊക്കെ 50 കുട്ടികളാണ് മിസ്സായിപ്പോയിട്ട്. ഒരുപാട് ഇമോഷൻ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടു.
തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾക്കും ആലോചിക്കാം. എല്ലാവർക്കും ആലോചിക്കാം. അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. ഈ ഒരു ദൗത്യത്തിൽ അമ്മ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും വണ്ടി വെയിറ്റ് ചെയ്യണം ഇവിടെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം തുടരേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയമുണ്ടല്ലോ. അതുവരെ അവരുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.